നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇപ്പോൾ ചർച്ചയായത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതാണ്. ആ വിഷയം ഏറെ ചർച്ചയാവുന്നുണ്ട്. അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ആരാണോ പറയുന്നു ഇവിടെ മനുഷ്യക്കടത്തുണ്ടായിരുന്നു, മതം മാറ്റത്തിന് ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കുകയും പകരം ഇത് ഒരു വ്യാജ ആരോപണമാണ്, അവർക്കെതിരെയുള്ള ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഇപ്പം ഈ കേരളത്തിൽ ഈ സജീവ ചർച്ച കേരളത്തിലാണല്ലോ, ഛത്തീസ്ഗഡിലല്ല, കേരളത്തിലാണ് ഇതിൻ്റെ സജീവ ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇപ്പം BJP-യിൽ പോലും രണ്ടഭിപ്രായം പുറത്ത് വന്നു കഴിഞ്ഞു. ഇപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതും മറ്റണികൾ പറയുന്നതും രണ്ടും രണ്ട് തട്ടിലാണ്. അതിൻ്റെ അർത്ഥം BJP രണ്ട് തട്ടിലെന്നല്ല, പക്ഷേ ആ ഒരു വാദത്തെ ഇപ്പം ഈ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ പ്രേമം കൊണ്ടാണോ, അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തോടുള്ള പ്രേമം കൊണ്ടാണോ ഇപ്പോൾ അത് മനുഷ്യക്കടത്തല്ല എന്ന് വാദിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ആദ്യമേ പറയുകയാണ് അതങ്ങനെ അല്ല, മനുഷ്യക്കടത്തല്ല, മതം മാറ്റമല്ല എന്നങ്ങ് സ്ഥാപിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ മതം മാറ്റത്തിനുള്ള ശ്രമങ്ങൾ ഇന്ന് വരെ ഇവിടെ നടത്തിയിട്ടില്ലേ? ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്നും ഇല്ല എന്നും രണ്ടഭിപ്രായം ശക്തമായിരുന്നു. പക്ഷെ കൺമുന്നിൽ തന്നെ പല തെളിവുകളും നമുക്ക് മുന്നിലുണ്ടായിരുന്നു ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലത്തെ ഒരു നയം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിലും എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഘട്ടം ഇപ്പൊ തന്നെ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നൊരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞു. അതിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരങ്ങ് അദ്ദേഹത്തെ അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് അധിക്ഷേപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല സംഭവങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ഈ ഒരു പ്രസ്താവന ശരിയല്ലേ എന്ന് തോന്നുന്ന രീതിയിലാണ്. കാരണം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോഴും പൗരത്വ നിയമാവകാശം അത് വരുമ്പോഴും എല്ലാം ഈ തരത്തിലൊരു പ്രചരണം ഇവിടെ വ്യാപകമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട ഗാന്ധി പാർക്ക്, ഇപ്പോഴത്തെ ഗാന്ധി പാർക്കിൽ ഒരു നാടകം അരങ്ങേറുകയാണ്. ആ നാടകത്തിൻ്റെ കണ്ടന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കാൻ നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്ക് റേഷൻ കിട്ടിയാണല്ലോ, ഈ ആഴ്ച അപ്പോൾ റേഷൻ കടക്കാരൻ പറയുന്നു നിങ്ങൾക്ക് ഇവിടെ റേഷൻ ഇല്ല, അതായത് ഈ മതവിഭാഗങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല, പൗരത്വ ഭേദഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു മെസ്സേജാണ് അവിടെ സാധാരണ ജനങ്ങളിലേക്ക്. ഇത് കൂടുതൽ വായിക്കുകയോ കാര്യങ്ങൾ നേരായ രീതിയിൽ പഠിക്കാനോ ശ്രമിക്കാതെ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്ന സാധാരണ ജനക്കാരല്ലേ, ഈ ഓൺലൈൻ മീഡിയയിലൂടെയും എല്ലാം അല്ലെ കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവിടെ ന്യൂനപക്ഷക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല, BJP അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നതായിട്ട് നമുക്ക് ഈ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ ന്യൂനപക്ഷ പ്രേമം? തീർച്ചയായിട്ടും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ പ്രേമമാണോ ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ പ്രേമം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഏത് ന്യൂനപക്ഷ വിഭാഗത്തോടാണ് ഇവരുടെ പ്രേമം എന്നുള്ളത് ഇവർ പലപ്പോഴായി തെളിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തെ പലപ്പോഴായിട്ട് വർഗീയവാദിയായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും കണക്കുകൾ വെച്ച് നിങ്ങൾ പ്രതിരോധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആർക്കും മിണ്ടാനില്ല, ആർക്കും ഒന്നും സംസാരിക്കാനില്ല. കണക്കുകളൊന്നും പറയരുത്, നിങ്ങൾ വർഗീയവാദം പറയരുത്, കണക്കുകളൊന്നും ഞങ്ങൾ പറയില്ല, നിങ്ങൾ വർഗീയവാദം പറയരുത്, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ പ്രേമം മൂത്ത കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ചെയ്ത കാര്യമാണ് മുനമ്പത്ത് ഇത്രയധികം ക്രിസ്ത്യാനികളെ കുടിയിറക്കപ്പെടുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ആ സമയത്ത് അവർക്കെതിരെ പറഞ്ഞ മുസ്ലിം ജനവിഭാഗവും സമസ്ത അടക്കമുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ ഇവിടത്തെ ആര് തയ്യാറായി? ഇവിടുത്തെ കോൺഗ്രസ് തയ്യാറായോ? ഇവിടുത്തെ CPM തയ്യാറായോ? ഒന്നും തയ്യാറായിട്ടില്ല. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് അവിടെ എല്ലാം പ്രശ്നമാണ്. നോർത്ത് ഇന്ത്യയിൽ ആർക്കും ഇറങ്ങി നടക്കാൻ കഴിയില്ല. ഇപ്പോൾ BJP-യോട് ക്രിസ്ത്യൻ സമൂഹം അടുക്കുന്നു എന്ന് കണ്ട സമയത്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാനുണ്ട് എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ ഇവർക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നതെല്ലാം മുസ്ലിം സമൂഹവും പൊളിറ്റിക്കൽ ഇസ്ലാമുമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവരുടെ മത രാജ്യം എന്ന നിലപാടൊക്കെ മാറ്റി അവർ പുണ്യാളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങൾ, യൂറോപ്പ് അതുപോലെ തന്നെ കോങ്കോ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെ
ക്രിസ്ത്യൻ മതത്തിന് നേരെ വലിയ ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പോൾ കോങ്കോയിൽ വലിയ പള്ളിയിൽ ആക്രമണം നടന്നു. 50-നടുത്ത ആളുകളെ, ക്രിസ്ത്യൻ വിശ്വാസികളെ കൊന്നുകളഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മിനിയാന്നാണ് സംഭവിച്ചത്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ അന്തിച്ചർച്ച ഉണ്ടായില്ല. ഇവിടുത്തെ ഇടത് വലത് മുന്നണിയുടെ നേതാക്കന്മാർ അത് പ്രതികരിച്ചില്ല. ആമസോൺ കാട്ടിന് തീ പിടിച്ചാലും ഗസയിലെ സമരം നടന്നാലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവരെന്തുകൊണ്ടാണ് ഇതിനെതിരെ രക്ഷണം ഉണ്ടാഞ്ഞത്? ഇത്രയധികം ക്രിസ്ത്യാനികൾ അവിടെ കൊല്ലപ്പെട്ടിട്ട് വിശ്വാസികൾ പള്ളിക്കകത്ത് നിന്ന് വെന്ത് മരിച്ചിട്ട് ഇവിടുത്തെ നേതാക്കന്മാരുടെ അക്ഷരം ശബ്ദിക്കാത്തത് എന്താ എന്നൊരു ചോദ്യമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ ഛത്തീസ്ഗഡിൽ നടന്ന ആക്രമണം, അതായത് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വെച്ചു. ഇത് ഒരു കള്ളക്കേസാണ് എന്നാണ് പറയുന്നത്. ശരി, യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നത്? അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന 2 കന്യാസ്ത്രീകളോടൊപ്പം 2 പെൺകുട്ടികളെ കാണുന്നു. ഇവരുടെ ശ്രദ്ധയിൽ, അതായത് ബജ്രംഗ് ദൾ പ്രവർത്തകൻ്റെ ശ്രദ്ധയിൽ എത്തിപ്പെടുന്നു. അവർക്കൊരു വിശപ്പശക തോന്നിയപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ കൃത്യമായി മറുപടി നൽകുന്നില്ല. ആ സമയത്താണ് ബജ്രംഗ് ദൾ പ്രവർത്തകരെ ഇവർ വിളിച്ചു വരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ബജ്രംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തുമ്പോൾ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഡാറ്റാസ് കാണിക്കാൻ പറഞ്ഞു. ഇവരുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അതൊന്നും ഉത്തരം നൽകുന്നില്ല. പിന്നീടാണ് ഈ 2 കുട്ടികളുടെ വിവരം എടുത്തിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നത്. അതിലൊരു കുട്ടിയുടെ കുടുംബമാണ് പറയുന്നത്, ഞങ്ങൾക്കറിയില്ല എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്താണ് ഇവർക്ക് ഈ കാര്യത്തിൽ, അതായത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ലോബി വ്യാപകമായി ഛത്തീസ്ഗഡിലെ ഈ ആദിവാസി നക്സൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് സർക്കാർ കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് കൂടുതൽ ഇതിലൊരു സംശയം തോന്നിയത്. അങ്ങനെയാണ് ഈ കാര്യം പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് ചോദ്യം ചെയ്യുകയും പോലീസ് ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്നിട്ടോ ആദ്യമായിട്ട് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു. പ്രാഥമികമായി FIR എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ കുറേ തെളിവുകൾ പോലീസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ആ സ്പോട്ടിൽ ജാമ്യം കിട്ടും. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഈ കോടതി കേസ് ജാമ്യം തള്ളിക്കളഞ്ഞത്? ഒരു തെളിവുമില്ലാതെ കോടതി ജാമ്യം തള്ളുമോ? ഇതൊരു സെക്ഷൽ കേസല്ല, അതായത് പീഡിപ്പിക്കപ്പെട്ട കേസല്ല, റേപ്പ് കേസല്ല. ഈ പറയുന്ന കന്യാസ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ രംഗത്ത് വലിയ സ്വാധീനമുള്ള ആളുകളൊന്നുമല്ല, സാധാരണ തിരുവസ്ത്രമുള്ള ആളുകളാണ്. ഇവർക്ക് യാതൊരു തരത്തിലും ഇവർ ജാമ്യം വയലേഷൻ തെറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോകാനുള്ള ആളുകളല്ല ഇവർക്ക് എന്തുകൊണ്ട് എന്നിട്ട് കോടതി ജാമ്യം കൊടുത്തില്ല? ഇതാണ് ചോദ്യം. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. രണ്ടാമത്തത്, ഈ നക്സൽ മേഖലയിൽ അവിടെ ഈ പറയുന്നത് പോലെ കൺവെൻഷണൽ വിരുദ്ധ ആക്ട്, ആൻറ്റി കൺവെൻഷണൽ ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. എവിടെ? ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ. ഈ ആൻറ്റി കൺവെൻഷണൽ ആക്ട് നടപ്പിലാക്കിയത് ആരാ? BJP ആണോ? UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ആൻറ്റി കൺവെൻഷണൽ ആക്ട് അവിടെ നടപ്പിലാക്കിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൻറ്റി കൺവെൻഷണൽ ആക്ട് അത്തരമൊരു സ്ഥലത്ത് നടപ്പിലാക്കേണ്ടി വന്നത്? ഛത്തീസ്ഗഡിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നു. അങ്ങനെ മതപരിവർത്തനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അതിൽ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ പാർത്ഥ. ഇപ്പോൾ ഈ മതപരിവർത്തനം നടക്കുന്നു വ്യാപകമായി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെ ആയിരിക്കുമല്ലോ മറ്റൊരു മതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം ആ മതത്തിൽ വിശ്വസിക്കുന്നവർ അവിടെ നന്നായി ജീവിക്കുന്നു, അവർ സംതൃപ്തരാണെങ്കിൽ മറ്റൊന്ന് തേടി പോവോ? ഇല്ല. അതിനുള്ളൊരു സ്പേസ് ഉണ്ടാവോ? അപ്പോൾ അവർ അങ്ങനെ തേടി പോകണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ നിലവിളിക്കുന്നവർക്കല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവർക്ക് ഒഴിവായി പോകാൻ കഴിയില്ല, ഒരു തരത്തിൽ ഒഴിഞ്ഞു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ മതപരിവർത്തനം, ബലമായിട്ടുള്ള മതപരിവർത്തനം തെറ്റാണ് എന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇതിന്റെ അടിസ്ഥാന കാരണം എന്ത് എന്ന കാര്യത്തിൽ കൂടി നമ്മൾ വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഈ നക്സൽ ബാധിത പ്രദേശങ്ങൾ, ആദിവാസി മേഖലകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, ഏറ്റവും പിന്നോക്കക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെയാണ് ഈ പറയുന്നത് പോലെ ഇത് നടക്കുന്നത്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? ചേച്ചി പറഞ്ഞതുപോലെ ഇവർക്ക് ദാരിദ്ര്യമുണ്ട്, വല്ലാത്ത തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്. അവരുടെ ജീവിത നിലവാരം വളരെ മോശമാണ്. ഇവിടെ ജാതി പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും ജാതി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ കാര്യം വിടൂ, നമ്മുടെ നാട്ടിൽ നേരിട്ടറിയുന്ന 2 കേസുകളുണ്ട്. ആ 2 എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് 2 കേസ് എന്ന് പറഞ്ഞത്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ, ദാരിദ്ര്യത്തിനെ മുതലെടുത്തുകൊണ്ടാണ് അവർക്ക് മതം മാറിയാൽ ഇത്രത്തോളം സാമ്പത്തിക ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ് മതം മാറ്റിയ 2 കുടുംബങ്ങളെ എനിക്കറിയാം. പക്ഷെ അവർ ഉദ്ദേശിച്ച പോലെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഒരു 4-5 വർഷം അവർ അതിനു വേണ്ടിയിട്ട് പ്രചാരക വേല
അത് ചെയ്തുകൊണ്ടിരുന്നു. സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തു. പക്ഷെ പിന്നീട് അവർ ഉദ്ദേശിച്ചതുപോലെ അവർക്കെന്തോ ഒരു കാറും 1-2 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് വീണ്ടും പഴയ അവസ്ഥ തന്നെ ആയപ്പോൾ അവരത് വിട്ടിട്ട് തിരിച്ച് വീണ്ടും ഹിന്ദുത്വയിലേക്ക് വന്നു. ആ മനുഷ്യൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അവർ അത് വിട്ടിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ദാരിദ്ര്യത്തെ ഒരാൾക്ക് ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുത്തിട്ട് പിന്നെ അതിനെപ്പറ്റി അപലപിച്ചിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഹിന്ദു വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. മറ്റേത് ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയ കെണിയിൽ വീഴ്ത്തിയിട്ട് ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ചില സംഘടനകൾ, തീവ്ര സംഘടനകൾ മതം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മതം മാറ്റുന്നത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടത് വീടാണ്, ഭക്ഷണമാണ്, അവരുടെ അത്യാവശ്യ പ്രാഥമികമായ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അവർ അത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏത് മതത്തിലേക്കും പോകും. മനുഷ്യന് ഭക്ഷണത്തേക്കാൾ വലുതെന്നും ഉണ്ടോ ചേച്ചി? മനുഷ്യന് ഈ പറയുന്ന വെള്ളത്തിനേക്കാൾ വലുതെന്നും ഉണ്ടോ? പാർപ്പിടത്തേക്കാൾ നല്ല എന്തെങ്കിലും ഉണ്ടോ? നല്ല വഴി ഇതിനേക്കാൾ വലുതെന്നും ഉണ്ടോ? ഇതൊന്നും ചെയ്തു കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ ഹിന്ദു സനാതന ധർമ്മത്തെ അത്രമേൽ എന്താണ് മുന്നിൽ കാണുന്ന ഹിന്ദു സംഘടനകൾക്കോ RSSനോ RSSൻ്റെ ഭാഗമായിട്ടുള്ള പരിവാർ സംഘടനകൾക്കോ ഇനി വനവാസി കല്യാൺ മഞ്ചിൻ്റെ നേതൃത്വത്തിൽ ആദിവാസികൾക്കിടയിൽ വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അവരുടെ ദാരിദ്ര്യം ശമിപ്പിക്കാനാവുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ പറയുന്ന BJP ഗവൺമെന്റിനും സാധിക്കുന്നില്ല. പക്ഷെ അത് ഏകപക്ഷീയമായി ഞാൻ BJP കുറ്റപ്പെടുന്നില്ല. കാരണം കാലങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അത്തരത്തിലൊരു കാര്യത്തിന് നിന്നിട്ടില്ല. കാര്യം അങ്ങനെ നിന്നാൽ അടിസ്ഥാനപരമായി എപ്പോഴും താഴെ നിൽക്കുന്ന ആളുകൾ അവിടെ വേണം എന്നതാണ് അടിസ്ഥാനപരമായി CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നയപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വരേണ്ടത്. ഇപ്പം നരേന്ദ്രമോദി വന്ന ശേഷം അടുപ്പ്, ഗ്യാസ് കൊടുത്തു, അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യത്തിന് നമ്മൾ ബാത്റൂം, കക്കൂസ് നിർമ്മിച്ചു കൊടുത്തു. അതിനൊക്കെ ട്രോളി ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രശ്നം വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് സൗഹാർദ്ദപരമായി ജീവിക്കുക, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിൽ യാതൊരു വിഷയമില്ല ഇവിടെ. അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് കുരിശ് കൃഷി ചെയ്യാൻ ശ്രമിക്കുക, ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക, എൻ്റെ ദൈവമാണ് വലുത് എന്ന് പറയുക. ആ തരത്തിലുള്ള കുറച്ചാളുകൾ എൻ്റെ ദൈവം മാത്രമാണ് എല്ലാം തെറ്റ് എന്ന് പറയുന്ന ആ ഒരു തീവ്ര നിലപാടിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ പോയിട്ട്, ഇത് കേരളമല്ല, അവിടെയൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് തീവ്രമായിട്ടുള്ള മതപരമായ ചിന്തകളുള്ള സ്ഥലമാണ്. ഇനി അവിടെ കോൺഗ്രസ് വെച്ചാലും ഞാൻ പറയട്ടെ, ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവിടെ ഇത് സംഭവിക്കും. അത് അവരുടെ നിലപാടാണ്. കർണാടകയിൽ പോയി നിങ്ങളിപ്പോൾ ശ്രമിച്ചു നോക്കൂ, കർണാടകയിലായാലും സംഭവിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ വൈകാരികമായ തലങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ബീഫിനെ പുച്ഛിക്കുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി ബീഫ് കഴിച്ചാൽ കോൺഗ്രസ്സുകാരനും BJPക്കാരനും അവന് അവിടെ CPMമാരുണ്ടെങ്കിൽ അവനും അടിക്കും. കാരണം എന്താ വെച്ചാൽ അവൻ്റെ സംസ്കാരമാണത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യാൻ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം, സമയം ഒരുപാട് ലേറ്റായി. അതായത് കേരളത്തിലെ പാർട്ടികൾ എന്തിനാണ് ഇതിലിങ്ങനെ കളിക്കുന്നത്? കേരളത്തിലെ പാർട്ടികൾ നാടകം കളിക്കുകയാണ്. ഇവർക്ക് ഒരു തരത്തിലുമുള്ള ക്രിസ്ത്യൻ സ്നേഹവും ഇല്ല. ഇവർക്ക് ഒരു മണ്ണാങ്കട്ട ഇവർക്ക് ഈ കാര്യത്തിൽ ചെയ്യാനില്ല. ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് റഹീമും അതുപോലെ തന്നെ വൃന്ദാക്കാരട്ടും ഉൾപ്പെടെയുള്ള ആളുകൾ. അവിടെ നിന്ന് ഹിന്ദി സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് റഹീം ഹിന്ദി സംസാരിക്കുകയാണ്. അവസാനം ആ പോലീസ് ഓഫീസർ നോക്കി, ഇയാൾ എന്താ പറയുന്നത്, എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? മനസ്സിലാവുന്നില്ല. ഇവരവിടെ പോയി ഷോ കാണിക്കുകയാണ്. ഇവിടെ അവരെ സാധാരണ നമ്മൾ ജയിലിൽ പോയി കാണുന്ന ഒരു പരിഗണന മാത്രമേ അവിടെ അവർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾ എന്തോ പോയി ചെയ്തു. ഇവിടെ റെഡിക്ക് അനൂപ് ആന്റണി അവിടെ പോയിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസികളെ വിശ്വാസത്തിലെടുക്കുന്നു, അവർ അത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. കാര്യം അഥവാ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ആവർത്തിക്കാതെ നമുക്ക് സുഖകരമായിട്ട് പോകാം, അവരെ രക്ഷപ്പെടുത്തിയെടുത്ത് നന്നായി പോകാം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിച്ചത്. അയാൾ കൃത്യമായൊരു പൊളിറ്റീഷ്യനാണ്. BJP എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ബജരംഗ് ദളോ ഹിന്ദു VHP ഒന്നുമല്ല. BJP എല്ലാവരുടെയും കൂടെ പാർട്ടിയാണ്. അതിൻ്റെ അധ്യക്ഷൻ അങ്ങനെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ബജരംഗ് ദള്, അതുപോലെ തന്നെ ഹിന്ദു സംഘപരിവാറിന് മറ്റു ചില സംഘടനകളുണ്ട്. അത്തരം സംഘടനകൾ എടുക്കേണ്ട നിലപാടുകൾ BJP എടുക്കണമെന്ന് പറഞ്ഞാൽ BJPക്ക് ഒരിക്കലും ഭരണം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന രാഷ്ട്രീയ നാടകം പാലാ ബിഷപ്പിന് നേരെ സമരം നടന്നപ്പോൾ കണ്ടില്ല, മുനമ്പത്ത് ഈ സമയം നടന്നപ്പോൾ കണ്ടില്ല. ഇനി ഈ പറയുന്ന പോലെ PC ജോർജിൻ്റെ സ്ഥലമുണ്ട് കോട്ടയത്ത്, അവിടെ ഒരു പള്ളിയിൽ അച്ഛന് നേരെ വലിയ ഭീഷണി നടന്നു, അപ്പോൾ കണ്ടില്ല. മൂവാറ്റുപുഴയിൽ ഒരു പള്ളിയിൽ ഞങ്ങൾക്ക് നിസ്കാരം സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ല. കാഞ്ഞങ്ങാട് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ മേരിയുടെ ഒരു വിശുദ്ധയായ മേരിയുടെ ഇതുണ്ട് എന്നാണ്, ശില്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ വിഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒന്നും ഇവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ കപട നാടകത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.